നമസ്കാരം. പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. വിസ തട്ടിപ്പ് കേസിലും നിരവധി ക്രിമിനൽ കേസിലും പ്രതിയും സ്റ്റേഷൻ റൌഡിയുമായ വരന്തരപ്പള്ളി കോരനോടി സ്വദേശി ബിനു അറസ്റ്റിൽ. കുവൈറ്റിലെ കമ്പനിയിലേക്ക് ഫയർ വാച്ചർ ജോലിക്ക് വിസ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കല്ലേറ്റിങ്കര സ്വദേശി തൈക്കൂടൻ വീട്ടിൽ അഖിലാഷിൽ നിന്ന് 1,65,000 രൂപ തട്ടിപ്പ് നടത്തിയതിന് മാള പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ പ്രതി വരന്തരപ്പള്ളി കോരനൊടി സ്വദേശി വാഴപ്പള്ളി വീട്ടിൽ ബിനു എന്നയാളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ബിനു വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ പേരുള്ളയാളാണ്. ഇയാൾ വാഹന അപകടത്തിൽ പരിക്ക് പറ്റി വീട്ടിൽ വിശ്രമിക്കുന്നതായി വിവരം ലഭിച്ചത് പ്രകാരമാണ് ഇയാളെ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോരനൊടി എന്ന സ്ഥലത്തു നിന്നും അറസ്റ്റ് ചെയ്തത്. നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ബിനു വരന്തരപ്പള്ളി പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 2 വധശ്രമ കേസുകളിലും സ്ത്രീകളെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ 2 കേസുകളിലും 3 അടിപിടി കേസിലും അടക്കം 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. മുരിയാട്ടുകാർക്ക് ഇനി മുതൽ ക്രിമിറ്റോറിയം അന്വേഷിച്ച് മറ്റിടങ്ങളിലേക്ക് പോകേണ്ടതില്ല. ക്രിമിറ്റോറിയം വീട്ടുമുറ്റത്തെത്തും. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൊബൈൽ ക്രിമിറ്റോറിയം എന്ന ആശയം യാഥാർത്ഥ്യമാവുകയാണ്. ക്രിമിറ്റോറിയം, മൊബൈൽ ഫ്രീസർ, അത് കൊണ്ടുപോകാനുള്ള വാഹനം എന്നിവയ്ക്കായി 20 ലക്ഷം രൂപയോളം വരുന്ന പ്രൊജക്ടാണ് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പ്രകാരം വാഹനവും മൊബൈൽ ഫ്രീസറും ക്രിമിറ്റോറിയവും പഞ്ചായത്തിൽ എത്തിക്കഴിഞ്ഞു. ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ ആദ്യത്തേതും ജില്ലയിൽ 3ാമത്തേതുമായ പഞ്ചായത്താണ് മൊബൈൽ ക്രിമിറ്റോറിയം എന്ന ആശയം നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി, സെക്രട്ടറി എം ശാലിനി എന്നിവരുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് മൊബൈൽ ക്രിമിറ്റോറിയത്തിന്റെയും ഫ്രീസറിന്റെയും വാഹനത്തിന്റെയും താക്കോലുകൾ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ തുടങ്ങിയവർ സന്നിഹിതരായി. ഹരിതകർമ്മ സേനയ്ക്കാണ് മൊബൈൽ ക്രിമിറ്റോറിയത്തിന്റെ നടത്തിപ്പ് ചുമതല. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ഗുരുവായൂരിൽ വീണ്ടും റീൽസ് ചിത്രീകരണം. പടിഞ്ഞാറേ നടയിൽ നിന്ന് റീൽസ് ചിത്രീകരിച്ചെന്ന അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിലാണ് കേസെടുത്തത്. ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചിത്രം സമ്മാനിക്കുകയും ചെയ്ത ശ്രദ്ധേയയായ ആളാണ് ജസ്ന സലീം. ജസ്നയ്ക്കെതിരെ നേരത്തെയും സമാന പരാതി ഉയർന്നിരുന്നു. നടയിൽ നിന്ന് റീൽസ് ചിത്രീകരിക്കുകയും കേക്ക് മുറിക്കുകയും ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. തുടർന്നായിരുന്നു ഹൈക്കോടതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചിത്രീകരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഈ നിയന്ത്രണം നിലനിൽക്കെയാണ് വീണ്ടും റീൽസ് ചിത്രീകരണം. വിവാഹ ചടങ്ങുകൾക്കും മതപരമായ ചടങ്ങുകൾക്കുമല്ലാതെ വീഡിയോഗ്രഫി അനുവദിക്കരുതെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സെലിബ്രിറ്റികളെ അനുഗമിച്ചുള്ള വ്ലോഗർമാരുടെ വീഡിയോഗ്രാഫിക്കും ഹൈക്കോടതി നിയന്ത്രണം നിലനിൽക്കുന്നുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നന്ദിപ്പുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന് പുറത്ത് ദീപസ്തംഭത്തിന് സമീപത്തെയും നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിന് സമീപത്തെയും ഭണ്ഡാരങ്ങളിൽ നിന്നാണ് പണം നഷ്ടപ്പെട്ടത്. ഭണ്ഡാരത്തിന്റെ പുറത്തെ താഴ് പൊളിച്ചുമാറ്റിയ മോഷ്ടാക്കൾ കൈവശം കരുതിയ താഴുകൊണ്ട് ഭണ്ഡാരം പൂട്ടിവയ്ക്കുകയായിരുന്നു. ഈ താഴ് പഴയപടി പട്ടുതുണി കൊണ്ട് പൊതിഞ്ഞു കെട്ടിവച്ചതിനാൽ പുറത്തുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. തുടർന്ന് മോഷ്ടാക്കൾ പലപ്പോഴായി സ്വന്തം താക്കോൽ ഉപയോഗിച്ച് പൂട്ട് തുറന്ന് പണം കൊണ്ടുപോയിരിക്കാമെന്നാണ് നിഗമനം. 4.5 മാസത്തിന് ശേഷം ഭണ്ഡാരങ്ങൾ തുറക്കാനെത്തിയ ദേവസ്വം അധികൃതരാണ് മോഷണ വിവരം അറിയുന്നത്. തുറക്കാൻ കഴിയാതിരുന്ന ആദ്യത്തെ പൂട്ട് പൊട്ടിച്ച അധികൃതർ അകത്തെ പൂട്ട് തുറന്നു കിടക്കുന്നതും കുറച്ച് ചില്ലറ പൈസയും മാത്രമാണ് കണ്ടത്. 2 ഭണ്ഡാരങ്ങൾ തുറന്നപ്പോഴും ഇതുതന്നെയായിരുന്നു സ്ഥിതി. 1 ലക്ഷത്തിലേറെ രൂപ നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രത്തിൽ കഴിഞ്ഞ ജൂൺ 20-നാണ് അവസാനമായി ഭണ്ഡാരങ്ങൾ തുറന്നത്. ഇതിനുശേഷം രാമായണ മാസാചരണം, ഓണം, നവരാത്രി ആഘോഷം, തൊട്ടടുത്ത രാമപുരം ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹം എന്നിവ നടന്നിരുന്നു. ഇക്കാലയളവിൽ ധാരാളം ഭക്തർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ദേവസ്വം ഓഫീസർ PK അഭിലാഷ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഭണ്ഡാരം തുറക്കാൻ എത്തിയത്. പൂട്ട് തുറക്കാൻ കഴിയാതെ വന്നപ്പോൾ തുരുമ്പെടുത്തതാണെന്ന ധാരണയിൽ ബലം പ്രയോഗിച്ച് പൂട്ട് തുറക്കുകയായിരുന്നു. അപ്പോഴാണ് അകത്തെ പൂട്ട് തുറന്നു കിടക്കുന്നത് കണ്ടത്.
നിറഞ്ഞ ഭണ്ഡാരം പ്രതീക്ഷിച്ച അധികൃതർക്ക് കുറച്ച് ചില്ലറ മാത്രമാണ് കാണാനായത്. നാലമ്പലത്തിനകത്തെ ഭണ്ഡാരത്തിൽ 200 രൂപയോളം ഉണ്ടായിരുന്നു. തുടർന്ന് ക്ഷേത്രസമിതി ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി. ദേവസ്വം സെക്രട്ടറി പി ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത എന്നിവരും വെള്ളിയാഴ്ച സ്ഥലത്തെത്തി. വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കൊടകരയിൽ കിണറ്റിൽ വീണ 2.5 വയസ്സുകാരിക്ക് രക്ഷകനായി അതിഥി തൊഴിലാളി. കൊടകര സ്വദേശി മാഞ്ഞൂക്കാരൻ പ്രിൻസിന്റെ 2.5 വയസ്സുള്ള മകളാണ് വീട്ടുകിണറ്റിൽ വീണത്. വീട്ടുകാരുടെ നിലവിളി കേട്ട് സമീപത്തുണ്ടായിരുന്ന അതിഥി തൊഴിലാളി കിണറ്റിലേക്ക് ചാടി കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. വെള്ളത്തിൽ താഴ്ന്നുപോയ കുഞ്ഞിനെ വേഗത്തിൽ പൊക്കിയെടുത്ത് കരയ്ക്ക് കയറ്റി. രക്ഷാപ്രവർത്തനത്തിനിടെ 2 കൈകൾക്കും പരിക്കേറ്റ മോർത്തുച്ചിനെ കൊടകരയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. കുട്ടി കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പുതുക്കാട് നടന്ന ഇരിങ്ങാലക്കുട ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഇരിങ്ങാലക്കുട നാഷണൽ HSS 617 പോയിന്റുമായി ഓവറോൾ ചാമ്പ്യന്മാരായി. HDPS HSS ഇടതിരിഞ്ഞി 2ാമതും SKHSS ആനന്ദപുരം 3ാമതുമെത്തി. ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും NHSS ഇരിങ്ങാലക്കുട 1ാമതെത്തി. UP വിഭാഗത്തിൽ കരുവന്നൂർ സെന്റ് ജോസഫ് HSഉം VHSS കാറളം NHSS ഇരിങ്ങാലക്കുടയും 1ാമതെത്തി. LP വിഭാഗത്തിൽ ALPS കാറളം, എടതിരിഞ്ഞി സെന്റ് മേരീസ് LPS, HSLPS പുലക്കാട്ടുകര, ഇരിങ്ങാലക്കുട DBEM LP സ്കൂളും 1ാം സ്ഥാനം പങ്കിട്ടു. സംസ്കൃതോത്സവം UP വിഭാഗത്തിൽ ഇരിങ്ങാലക്കുട NHS സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരിങ്ങാലക്കുട NHS സ്കൂളും ചാമ്പ്യന്മാരായി. അറബിക് കലോത്സവം LP വിഭാഗത്തിൽ കാറളം ALP സ്കൂളും UPHS വിഭാഗങ്ങളിൽ കൽപ്പറമ്പ് BVM ഹൈസ്കൂളുമാണ് ചാമ്പ്യന്മാർ. ഉറുദു കലോത്സവം UP വിഭാഗത്തിൽ മുരിയാട് AUP സ്കൂളും ഇരിങ്ങാലക്കുട NHS സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ എടതിരിഞ്ഞി HDPS HS സ്കൂളും ആദ്യ സ്ഥാനം നേടി. സമാപന സമ്മേളനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K സദാശിവൻ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CC സോമസുന്ദരൻ, സെബി കൊടിയൻ, PTA പ്രസിഡന്റ് NK ബിജു, ജിസ്മി റോജി, സിസ്റ്റർ ജിത ജെയിംസ്, നമിത, ഇരിങ്ങാലക്കുട AEO MS രാജീവ്, ജനറൽ കൺവീനർ ടോബി തോമസ്, കൺവീനർ ലൈസി ജോൺ, ആന്റോ P തട്ടിൽ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ V ഇന്ദുജ, M യൂജിൻ പ്രിൻസ്, TS സുധീഷ് എന്നിവർ സംസാരിച്ചു. ഉപ്ലിയത്ത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടർ ചോർന്നത് പരിഭ്രാന്തി പരത്തി. അടുക്കളയിൽ ഉപയോഗിക്കാതെ വെച്ചിരുന്ന സിലിണ്ടറിന്റെ അടിഭാഗത്തു നിന്നാണ് ഗ്യാസ് ചോർന്നത്. സംഭവം 75-കാരിയായ ജലജ അറിഞ്ഞിരുന്നില്ല. മകളുടെ മകൻ അച്യുതാനന്ദൻ വീട്ടിലെത്തിയപ്പോഴാണ് ഗ്യാസിന്റെ മണം അറിഞ്ഞത്. ഉടൻ തന്നെ സിലിണ്ടർ പുറത്തേക്ക് എടുത്തു മാറ്റുകയായിരുന്നു. ഗ്യാസ് ഏജൻസിയെ ഫോൺ വിളിച്ച് അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ലെന്ന് പറയുന്നു. പിന്നീട് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചറിയിച്ചതിനെ തുടർന്ന് വരന്തരപ്പള്ളി പോലീസും പുതുക്കാട് നിന്ന് ഫയർഫോഴ്സും എത്തിയാണ് സിലിണ്ടറിലെ ഗ്യാസ് ചോർത്തിക്കളഞ്ഞത്. HP-യുടെ പുതുക്കാട് ഏജൻസിയിൽ നിന്ന് 1 മാസം മുൻപാണ് സിലിണ്ടർ എത്തിച്ചതെന്ന് വീട്ടുകാർ പറഞ്ഞു. വീട്ടിലെ സ്റ്റോർ റൂമിൽ ഉപയോഗിക്കാതെ വെച്ചിരുന്ന സിലിണ്ടറിൽ നിന്നാണ് ഗ്യാസ് ചോർന്നത്. ഗ്യാസ് ചോർന്നതറിയാതെ ജലജ പാചകം ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ വൻ ദുരന്തമുണ്ടായേനെ. ഗ്യാരണ്ടിയുള്ള സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് ചോർന്നതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. സംഭവവുമായി ബന്ധപ്പെട്ട് ഗ്യാസ് ഏജൻസിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് വീട്ടുകാർ. ദേശീയപാതയിൽ ലോറിക്ക് പുറകിൽ KSRTC സൂപ്പർഫാസ്റ്റ് ഇടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച പുലർച്ചെ 5:30 കൊടകര മേൽപ്പാലത്തിന് സമീപത്തായിരുന്നു അപകടം. കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോയിരുന്ന KSRTC സ്വിഫ്റ്റ് ബസ്സാണ് ലോറിയുടെ പുറകിലിടിച്ചത്. പരിക്കേറ്റ ബസ് യാത്രക്കാരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കൊടകര പോലീസും ഹൈവേ പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽപ്പെട്ട ലോറി നിർത്താതെ പോയി. ചീനി മരച്ചോട്ടിലെ ചാരായം വാറ്റ് എക്സൈസ് സംഘം പിടികൂടി. 120 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും സംഘം നശിപ്പിച്ചു. കുറ്റിച്ചിറ വീരഞ്ചിറ തേക്ക് തോട്ടത്തിന് സമീപത്താണ് വാറ്റ് കേന്ദ്രം എക്സൈസ് നശിപ്പിച്ചത്. വീപ്പകളിലാണ് വാഷ് സൂക്ഷിച്ചത്. ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത്. അബ്കാരി നിയമപ്രകാരം കേസെടുത്തെങ്കിലും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. മേഖലയിൽ പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു.
ശബരിമലയ്ക്ക് വ്രതം നോറ്റ് കറുത്ത വസ്ത്രം ധരിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാലയത്തിലേക്ക് പ്രവേശനം വിലക്കിയതിൽ പ്രതിഷേധം. 3ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് പ്രവേശനം നിഷേധിച്ചത്. കറുത്ത വസ്ത്രം ധരിച്ചെത്തിയ 3ാം ക്ലാസ് വിദ്യാർത്ഥിയെ മണിക്കൂറുകളോളം ക്ലാസിന് പുറത്ത് നിർത്തിയതായാണ് പരാതി. സ്കൂളിന് മുന്നിൽ നടത്തിയ സമരം ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് എളവള്ളി അധ്യക്ഷത വഹിച്ചു. RSS കാര്യവാഹക് പ്രസാദ്, വിശ്വൻ, വിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ശരണം വിളിച്ചായിരുന്നു സമരം. വിദ്യാലയത്തിന് മുന്നിൽ പോലീസിനെ വിന്യസിപ്പിച്ചിരുന്നു. കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ അധ്യാപകനെതിരെ പോക്സോ കേസ്. സംഭവത്തിൽ കലാമണ്ഡലം പ്രാഥമിക അന്വേഷണം നടത്തി ഇയാളെ സസ്പെൻഡ് ചെയ്തു. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതോടെ ചെറുതുരുത്തി പോലീസിന് പരാതി കൈമാറുകയായിരുന്നു. വൈസ് ചാൻസലർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചെറുതുരുത്തി പോലീസ് കേസെടുത്തത്. ഇയാൾ കലാമണ്ഡലത്തിൽ ഗ്രേഡ് A വിഭാഗത്തിൽപ്പെടുന്ന അധ്യാപകനാണ്. ഇയാൾ പലപ്പോഴും വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് ലഭിച്ച വിവരം. വിദ്യാർത്ഥികളുടെ പരാതിയിന്മേൽ കനകകുമാറിനെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തിരുന്നു. ചെറുതുരുത്തി പോലീസ് വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. അധ്യാപകൻ ക്ലാസിൽ മദ്യപിച്ചു വരുന്നുവെന്നും വിദ്യാർത്ഥികളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നു എന്നാണ് പരാതിയിലുള്ളത്. ഇന്നലെ രാത്രിയോടെ വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്ത് ചെറുതുരുത്തി പോലീസ് ഇന്ന് പുലർച്ചെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അധ്യാപകനെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് ഉടൻ നീങ്ങുമെന്നാണ് നിഗമനം. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്തത് ക്യാപ്ചർ മയോപതിയെ തുടർന്നാണെന്ന് ഡോക്ടർ അരുൺ സക്രിയ. തെരുവുനായ ആക്രമണത്തിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ മാനുകൾ ചത്ത സംഭവത്തിൽ വിശദീകരണവുമായി ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയ. പുത്തൂർ മൃഗശാലയിൽ മാനുകൾ ചത്തതിന് കാരണം ക്യാപ്ചർ മയോപതിയെന്ന് അരുൺ സക്രിയ മാധ്യമങ്ങളോട് പറഞ്ഞു. ഭയം കൊണ്ടോടിയ മാനുകൾ ഭിത്തിയിലിടിച്ചുണ്ടാകുന്ന പരിഭ്രാന്തിയിലാണ് മരണം സംഭവിച്ചത്. തെരുവുനായ്ക്കൾ കൂട്ടമായാണ് വരുന്നത്. ജീവനക്കാരോ മറ്റോ ഇടുന്ന മാലിന്യം കാരണമാകാം നായ്ക്കളെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. തെരുവുനായ്ക്കൾ മൃഗശാലയ്ക്കുള്ളിൽ കയറാനുള്ള സാധ്യതയുള്ള വഴികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം പഴുതുകൾ ഇല്ലാതാക്കാനുള്ള നടപടി സ്വീകരിക്കണം. കൂട്ടിലുള്ള മൃഗങ്ങൾക്ക് മൃഗശാലയിൽ നിന്നും പുറത്തുവരാൻ സാധിക്കില്ല. പുറത്തുനിന്ന് നായ്ക്കളോ മറ്റു ജീവികളോ മൃഗശാലയിൽ കയറാൻ പാടില്ലെന്നും ഡോക്ടർ അരുൺ സക്രിയ വ്യക്തമാക്കി. അധ്യാപകനെ സ്കൂളിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ വിദ്യാർത്ഥിയുടെ പിതാവ് അറസ്റ്റിൽ. ശ്രീനാരായണപുരം പോഴങ്കാവ് സെന്ററിന് സമീപമുള്ള സെന്റ് ജോർജ് മിക്സഡ് LP സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രതിയുടെ മകൻ ക്ലാസ്സിൽ നിന്നും അധ്യാപകരോട് പറയാതെ ഇറങ്ങിപ്പോയതിനെ തുടർന്ന് കുട്ടിയെ സ്കൂളിലെ താൽക്കാലിക അധ്യാപകനായ ആല സ്വദേശി തയ്യൽ വീട്ടിൽ ഭരത് കൃഷ്ണ കുട്ടിയുടെ വീട്ടിൽ പോയി തിരിച്ച് സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിലുള്ള വിരോധത്താൽ പ്രതി സ്കൂളിന്റെ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി ഭരത് കൃഷ്ണയുടെ മുഖത്ത് അടിച്ചു പരിക്കേൽപ്പിച്ചു. കേസിലെ പ്രതിയായ മതിലകം പോഴങ്കാവ് സ്വദേശി ചെന്നാറ വീട്ടിൽ മുത്തു എന്നറിയപ്പെടുന്ന ധനേഷ് എന്നയാളെ നെടുമ്പാശ്ശേരിയിൽ നിന്നും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. നവമാധ്യമങ്ങളിലൂടെ കുടുംബ ബന്ധങ്ങളുടെ ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന പ്രമുഖരായ ദമ്പതിമാർ തമ്മിൽ വീട്ടിൽ വഴക്കും പോലീസിൽ പരാതിയും. നമസ്കാരം. മാരിയോയും ജിജിയും എവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞേ? ഞങ്ങള് വയനാട്ടിലാണ് ഉള്ളത്. പക്ഷെ അതിന്റെ മുമ്പ് ഒരു കാര്യം പറയണം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ആദ്യം ഇതൊന്ന് ഷെയർ ചെയ്യണം. ചാലക്കുടി ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായ മാരിയോ ജോസഫ്, ഭാര്യ ജിജി മാരിയോ എന്നിവരാണ് ഏറ്റുമുട്ടിയത്. സംഭവത്തിൽ ചാലക്കുടി പോലീസ് ഇരുവർക്കുമെതിരെ കേസെടുത്തു. കുടുംബ ബന്ധങ്ങളിൽ ഒരുപാട് പേർക്ക് ഉപദേശകരായും പ്രചോദകരായും പ്രവർത്തിക്കുന്നവരാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ കൂടിയായ ഈ ദമ്പതികൾ. ഭർത്താവ് മാരിയോ ജോസഫ് സെറ്റ് ടോപ്പ് ബോക്സ് എടുത്ത് തന്റെ തലയ്ക്കടിച്ചെന്നാണ് ഭാര്യ ജിജി മാരിയോ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. അതേസമയം തന്റെ 70,000 രൂപ വില വരുന്ന മൊബൈൽ ഫോൺ ജിജി നശിപ്പിച്ചതായി മാരിയോ ജോസഫും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.
ദാമ്പത്യ ബന്ധങ്ങളെക്കുറിച്ചുള്ള തങ്ങളുടെ പ്രസംഗങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയരായവരാണ് മാരിയോയും ജീജിയും. ദമ്പതികൾ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചും അവർ നിരന്തരം സംസാരിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇവർ തമ്മിൽ വഴക്കുണ്ടാവുകയും പോലീസ് ഇടപെടേണ്ടി വരികയും ചെയ്ത സംഭവം ആളുകൾ കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത്. അവരുടെ ജീവിതത്തിൽ എന്ത് വന്നാലും നിങ്ങളാണ് കുറ്റം 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 എന്ന് പറഞ്ഞ അവസാനം നിങ്ങൾ ചെയ്യാത്ത കുറ്റം പോലും നിങ്ങളാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും. ചിലപ്പോൾ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾ പോയിട്ട് സോറി ഒക്കെ പറയേണ്ട ഗതികേട് വരും. അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. കൗൺസിലിംഗിന് ഇരിക്കും പറയാം. ദൈവം വളരെ സമർത്ഥമായിട്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. താങ്ക് യു. ഒരുപാട് നന്മകൾ ഈ ഭൂമിയിൽ നടക്കട്ടെ. പാഷൻ ഫോർ ഗോഡ്, കമ്പാഷൻ ഫോർ ഹ്യൂമാനിറ്റി. ദൈവത്തോട് സ്നേഹം, മനുഷ്യനോട് കരുണ. മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുതെന്ന് ഒരിക്കൽ കൂടെ. ചാലക്കുടി മേലൂരിൽ മദ്യപിച്ചുണ്ടായ തർക്കത്തിനിടെ മധ്യവയസ്കൻ വെട്ടേറ്റ് മരിച്ചു. ഇയാളുടെ സുഹൃത്തും പരിസരവാസിയുമായ കെ വീട്ടിൽ ശോഭനനെ കൊരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച വൈകിട്ട് 3 മണിയോടെ പാണേലി രാജപ്പൻ എന്നയാളുടെ വീട്ടിൽ വച്ചായിരുന്നു സംഭവം. തൊഴിലുറപ്പ് തൊഴിലാളികളായ ഇരുവരും രാജപ്പന്റെ വീട്ടിലെത്തി രാവിലെ മുതൽ മദ്യപിച്ചിരുന്നതായി പരിസരവാസികൾ പറഞ്ഞു. തുടർന്നായിരുന്നു വാക്ക് തർക്കവും കൊലപാതകവും നടന്നത്. കുറച്ചകലെ താമസിക്കുന്ന രാജപ്പന്റെ മകൻ രാജേഷാണ് തറവാട്ട് വീട്ടിൽ സുധാകരൻ രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന വിവരം പോലീസിനെ അറിയിച്ചത്. വയോധികനും അസുഖബാധിതനുമായ രാജപ്പൻ വീടിന്റെ മുൻഭാഗത്ത് നടന്ന കൊലപാതകം അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. സംഭവത്തിന് ശേഷം രക്തക്കറ പുരണ്ട മുണ്ട് സ്ഥലത്ത് ഉപേക്ഷിച്ച ശേഷം സ്വന്തം വീട്ടിൽ പോയി മറ്റൊരു മുണ്ടെടുത്ത് ശോഭനൻ വീണ്ടും സംഭവ സ്ഥലത്തെത്തി. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ താനൊന്നും ചെയ്തിട്ടില്ലെന്നാണ് ഇയാൾ പറഞ്ഞത്. ഇൻക്വസ്റ്റിനു ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. തൊഴിലുറപ്പ് തൊഴിലാളികളായ ഇരുവരും ഒരുമിച്ച് മദ്യപിക്കൽ പതിവായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ചാലക്കുടിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. മാരക രാസലഹരിയായ MDMA-യുമായി 5 പേർ പോലീസ് പിടിയിൽ. KSRTC ബസ്സിൽ മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവരുന്നതായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യ വിവരം ലഭിച്ചതനുസരിച്ച് തൃശൂർ റൂറൽ ലഹരിവിരുദ്ധ സേനയിലെ അംഗങ്ങൾ ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിൽ ഉച്ചയ്ക്ക് ശേഷം നടത്തിയ പരിശോധനയിലാണ് മാരക രാസലഹരിയായ MDMA-യുമായി വന്ന 2 യുവതികൾ കയ്പമംഗലം ചളിങ്ങാട് സ്വദേശികൾക്ക് കൈമാറുന്നതിനിടെ 5 പ്രതികളെ പിടികൂടിയത്. കോട്ടയം വൈക്കം നടുവിൽ സ്വദേശിനി ഒതലത്തറ വീട്ടിൽ വിദ്യ, കോട്ടയം വൈക്കം സ്വദേശിനി അഞ്ചുപറ വീട്ടിൽ ശാലിനി എന്നിവരാണ് മാരക രാസലഹരിയായ MDMA KSRTC ബസ്സിൽ കടത്തിക്കൊണ്ടുവന്നത്. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശികളായ വൈപ്പിൻ കാട്ടിൽ വീട്ടിൽ ഷിനാജ്, അജു എന്നറിയപ്പെടുന്ന ആനക്കൂട്ട് വീട്ടിൽ അജ്മൽ, അച്ചു എന്നറിയപ്പെടുന്ന കടവിൽ വീട്ടിൽ അജ്മൽ എന്നിവരാണ് MDMA വാങ്ങാനായി എത്തിയിരുന്നത്. സംഭവത്തിന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS-ന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. കുട്ടികൾക്ക് വിൽപ്പന നടത്താനായി സൂക്ഷിച്ച കഞ്ചാവുമായി വരന്തരപ്പള്ളി പൗണ്ട് സ്വദേശി സ്റ്റേഷൻ റൌഡി സുമൻ പിടിയിൽ. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂൾ പരിസരത്ത് മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട കഞ്ചാവ് കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി കൈവശം സൂക്ഷിച്ച വരന്തരപ്പള്ളി പൗണ്ട് കലവറക്കുന്ന് സ്വദേശി മുല്ല വീട്ടിൽ സുമനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സുമൻ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 3 വധശ്രമ കേസിലും 5 അടിപിടി കേസിലും ഭാര്യയായിരുന്ന സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയമാക്കിയ കേസിലും മദ്യലഹരിയിൽ മറ്റുള്ളവരുടെ ജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച ഒരു കേസിലുമടക്കം 10 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO മനോജ് KN, SI ധനീഷ് PD, GSI മനോജ് CG, CPO അജേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.